ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. മട്ടൻ വരട്ടിയത്. ഇതൊരു നാടൻ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു അടികട്ടിയുള്ള കടായിലേക്ക് ഒരു 10-15 വെളുത്തുള്ളി, ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണവും കൂടി നുറുക്കിയതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് എണ്ണയിൽ കിടന്ന് നന്നായി മൂപ്പിക്കണം. എന്താ വെച്ചാൽ വരട്ടിയതാണ്. പിന്നെ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. പക്ഷേ അതിലേക്ക് ഉള്ളി, സവാള, ചെറിയ ഉള്ളി അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ അപ്പപ്പോൾ കഴിക്കാനുള്ള രീതിയിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി ഇതൊക്കെ ഉണ്ടല്ലോ, സവാള അതൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അത് നന്നായി മൂത്ത് ചെറുതായിട്ട് ഈ വെളിച്ചെണ്ണയിൽ കടന്നിട്ടൊരു ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ ഞാനിതിലൊരു 10 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. സ്റ്റോർ ചെയ്ത് കുറച്ച് ദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഉള്ളിയൊന്നും ഇടണ്ട കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ മതി. അതിന് ശേഷം ഇതൊന്ന് മൂത്ത് നന്നായി ബ്രൗണായി വന്ന് അത് എടുത്ത് മാറ്റി. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലി, ഒരു 4-5 വറ്റൽമുളകും, 2 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കുറച്ച് മുന്നിലേക്ക് നിൽക്കേണ്ടത്. ബാക്കി വറ്റൽമുളക്, പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്. പക്ഷേ കുരുമുളകിൻ്റെയാണ് ഫ്ലേവർ അധികം, ഇതിൻ്റെ രുചി മുന്നിലേക്ക് നിൽക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ മട്ടൻ ആ കളറും വരിക, ബ്ലാക്ക് കളറായിട്ട് വരിക. അപ്പോൾ അത് നന്നായി മൊരിയിച്ച് നല്ല മണം വന്ന് പൊട്ടി വരുമ്പോൾ അത് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ആറിയതിന് ശേഷം ആദ്യം ഒന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ പൊടിക്കണതിൻ്റെ മുന്നേ നമ്മൾ അതിൽ ഒരു ടീസ്പൂണ് ജീരകവും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ച് എടുത്ത പേസ്റ്റാണ്. ഞാനിവിടെ ഒരു 1.5 കിലോ മട്ടൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ച് വെച്ചിരുന്നു. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് വെന്ത ഈ മട്ടനിലേക്ക് ഈ അരച്ച് വെച്ച ഈ മിശ്രിതം നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അവിടെ ഇരിക്കട്ടെ. പിന്നെ വീണ്ടും ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പിന്നെയും ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആവുന്നതും വെളിച്ചെണ്ണ തന്നെ നാടൻ ഡിഷിലേക്ക് ഉപയോഗിക്കാൻ നോക്കുക. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കടുക്, ഒരു 4 വറ്റൽമുളക്, കറിവേപ്പില അതും കൂടി ഇട്ടതിന് ശേഷം ഒരു സവാള ഇട്ടിട്ടുണ്ട്. സവാളയും പിന്നെ ഒരു പച്ചമുളക് കീറിയതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അന്നേ കഴിക്കണ രീതിയിലാണ് ഇപ്പം ഞാൻ ഇതിൽ കാണിക്കണം. അല്ല, നിങ്ങൾക്ക് ഒരു ടിഫിൻ ബോക്സിലൊക്കെ ആക്കിയിട്ട് എന്നും ഈ 2 കഷ്ണം കഴിക്കണം ഒരാഴ്ചയ്ക്കൊക്കെ അങ്ങനെ ഉപയോഗിച്ച് ഇതാവണവരുണ്ടല്ലോ. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, സ്റ്റോർ ചെയ്ത് വെക്കും നമ്മൾ ആട്ടിറച്ചിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉള്ളി അവോയ്ഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ മട്ടൻ വേവിക്കാൻ വേണ്ടി വെച്ച അതിന്ന് ഊറി വന്ന വെള്ളം ഉണ്ടല്ലോ, അത് ആ വെള്ളത്തോട് കൂടിയിട്ട് കുക്കറിൽ നിന്ന് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു. അതിലേക്ക് വേണ്ട ഉപ്പ്, മട്ടനിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച മട്ടൻ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് അത് ഓൾറെഡി വെന്ത് കഴിഞ്ഞു. ഇനി ഈ വെള്ളത്തിൽ കടന്നിട്ട് ആ മസാലയ്ക്ക് ഒന്ന് നന്നായി പിടിച്ച് വരണ വരെ ഒന്ന് കുറുക്കിയെടുക്കുക വേണ്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. മട്ടൻ വേവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മട്ടൻ്റെ മൂപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വിസിൽ വിളിക്കണമെന്ന് മാത്രം. ചിലത് 2 വിസിൽ, ചിലത് 4 ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കൂ, അടിപൊളിയാണ്. മട്ടൻ വരട്ടിയത് പൊറോട്ട, ചോറ്, അതേപോലെ പത്തിരി, ദോശ, ഇഡ്ഡലി എല്ലാറ്റിനും പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പം ഇനി പുതിയൊരു അടിപൊളി ഡിഷായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.